ഷിർദി സായി മന്ദിരം, ഗുരുവായൂർ. മൗനയോഗി സ്വാമി ഹരിനാരായണൻ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ പുട്ടപർത്തിയിലെ ശ്രീ സത്യസായി ബാബയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനാവുകയും ബാബയുടെ പാദങ്ങളിൽ സ്വയം സമർപ്പിക്കുകയും ചെയ്തു. സ്വാമിജിക്ക് ഭഗവാൻ ഷിർദി സായി ബാബയുടെ ദർശനം ലഭിക്കുകയും ബാബയുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂരിലെ ഈ മണ്ണിൽ മന്ദിരം പണി കഴിപ്പിക്കുകയും ചെയ്തു. ഷിർദി സായിയും സത്യസായിയും ഒന്നാണെന്നും ഷിർദി സായിയുടെ പുനരവതാരമാണ് ശ്രീ സത്യസായി ബാബ എന്നുമുള്ളതിന് ഇവിടുത്തെ അനുഭവങ്ങൾ സാക്ഷി. ലവ് ഓൾ സെർവ് ഓൾ എന്ന ബാബയുടെ സന്ദേശം അതിൻ്റെ പൂർണ്ണതയോടെ നടപ്പിലാക്കാൻ സ്വാമി ഹരിനാരായണൻ ചെയർമാനായി സായി സഞ്ജീവനി ട്രസ്റ്റ് രൂപീകരിച്ചു. സ്വാമിജി എല്ലാ വർഷവും മുടങ്ങാതെ പുട്ടപർത്തിയിൽ ബാബയുടെ ദർശനത്തിന് പോകുമായിരുന്നു. ഒരിക്കൽ അങ്ങനെയൊരവസരത്തിൽ വീട്ടിൽ തനിച്ചായിരുന്ന അമ്മയ്ക്ക് കൂട്ടായി ശ്രീ സത്യസായി ബാബ തന്നെ സ്വാമിജിയുടെ രൂപത്തിൽ വന്നതും സ്വാമിജിയുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പുമ്പോൾ ബാബയുടെ സാന്നിധ്യം അറിയിക്കാൻ അടയാളമായി വിഭൂതി സൃഷ്ടിച്ചതും ബാബയുടെ ലീലകളുടെ ചെറിയൊരു ഭാഗം മാത്രം. ട്രസ്റ്റിൻ്റെയും മന്ദിരത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും സ്വാമിജിക്ക് ശ്രീ സത്യസായി ബാബയുടെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നു എന്നത് ബാബയും സ്വാമിജിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പവിത്രതയും ആഴവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ശതാബ്ദി ആഘോഷങ്ങൾ നടക്കുകയാണ്. ആരാണ് സത്യസായി ബാബ? ഭൂമി ദേവി കരയുന്നു. എനിക്കത് കേൾക്കാം. ശ്രീമൻ നാരായണൻ നിന്റെ ഗൃഹത്തിൽ അവതരിക്കും എന്ന് വെങ്കാവദൂതൻ ബാബയുടെ മുത്തച്ഛനായ കൊണ്ടമ്മയോട് പറഞ്ഞത് അവതാരപുരുഷൻ ആഗമിക്കുന്നതിൻ്റെ ആദ്യ ശംഖനാദമായിരുന്നു. പിന്നീട് നാമഗിരിയമ്മ എന്ന 14കാരി രത്നാകര കുടുംബത്തിൽ വന്നപ്പോൾ അവർ ഈശ്വരൻ്റെ അമ്മയാകും എന്ന് പറഞ്ഞ് ഈശ്വരാംബ എന്ന് വിളിക്കാൻ തീരുമാനിച്ചു. ഈശ്വരാംബയ്ക്ക് കിണറ്റിൻകരയിൽ വച്ച് ദിവ്യജ്യോതി ദർശനം ലഭിക്കുന്നതും പിന്നീട് അവർ ഗർഭിണിയാകുന്നതും അതിനുശേഷം ഭർത്തൃമാതാവ് ലക്ഷ്മമ്മയ്ക്ക് ഉണ്ടായ ദിവ്യാനുഭൂതികളും രാത്രിയിൽ വാദ്യോപകരണങ്ങളിൽ നിന്നും സ്വയമേവ സംഗീതം ഉതിർന്നതും ആ കുടുംബത്തിലെ ദൈവിക സാന്നിധ്യമാണെന്ന് ജ്യോത്സ്യന്മാർ വെളിപ്പെടുത്തി. അങ്ങനെ ചിത്രാവതി നദീതീരത്തിൽ പുട്ടപർത്തിയിൽ ഈശ്വരാംബയുടെയും വെങ്കപ്പരാജുവിൻ്റെയും 8ാമത്തെ പുത്രനായി 1926 നവംബർ 23 കാർത്തിക മാസത്തിൽ തിരുവാതിര നക്ഷത്രത്തിൽ സത്യനാരായണ വ്രതത്തിൻ്റെ പ്രസാദമായി ലഭിച്ച കുഞ്ഞിന് സത്യനാരായണ രാജു എന്ന് നാമകരണം ചെയ്തു. അതോടെ വിഷസർപ്പങ്ങൾ വാണിരുന്ന പുറ്റുകൾ നിറഞ്ഞ പുട്ടപർത്തി അവയെല്ലാം ഇല്ലാതായി ഐശ്വര്യനെ അവർ ഒരു മന്ത്രവാദിയുടെ ചികിത്സയ്ക്ക് കൊണ്ടുപോയി. ഭീകരനായ മന്ത്രവാദിയുടെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റിട്ടും മൗനം പൂണ്ടുനിന്ന സത്യൻ്റെ സ്ഥിതപ്രജ്ഞത്വം സത്യൻ്റെ അണിമാദികളായ സിദ്ധികളെല്ലാം സത്യൻ ഓരോ അവസരങ്ങളിൽ ഗ്രാമീണർക്ക് കാണിച്ചു കൊടുത്തു. അനന്തമായ ഭഗവത് ശക്തിയുടെ പ്രകടനത്തിന് പുട്ടപർത്തിയിലെ വിജനമായ കുന്നുകളും ചിത്രാവതി നദിയുടെ വിശാലമായ മണൽപ്പരപ്പും പലപ്പോഴും സാക്ഷികളായി. കുന്നിൻപുറത്തെ പുളിമരത്തിൽ നിന്നും കുട്ടികൾക്കിഷ്ടമുള്ള പഴങ്ങൾ സത്യൻ പറിച്ചു നൽകി അതിനെ കൽപ്പവൃക്ഷമാക്കി മാറ്റി. മണൽപ്പരപ്പിൽ നിന്നും വിഗ്രഹങ്ങൾ, ആകാശത്ത് രാത്രിയിൽ സൂര്യനുദിക്കുകയും ചന്ദ്രനുദിക്കുകയും മാറി മാറി സംഭവിക്കുക. പെദ്ദബൊട്ടു എന്ന സ്ത്രീക്ക് ഭഗവാൻ 2 അവതാരങ്ങളിലെയും ദർശനം നൽകി. ഒരുപാട് ദിവ്യദർശനങ്ങളും അനുഭൂതികളും അവർക്ക് നൽകി അനുഗ്രഹിച്ചു. സായിബാബയുടെ പ്രിയപ്പെട്ട വളർത്തമ്മയായ കർണം സുബ്ബമ്മയുടെ അന്ത്യവേളയിൽ അവർ മരിച്ച് ഉറുമ്പരിച്ച് തുടങ്ങിയ ശരീരത്തിനരികിൽ ബാബയെത്തി. സുബ്ബമ്മ എന്ന് വിളിച്ചതും അവർ കണ്ണു തുറന്നു. ബാബയുടെ കയ്യിൽ നിന്നും തുളസി തീർത്ഥം സേവിച്ചതിന് ശേഷം ആനന്ദത്തോടെ ഈ ലോകത്തിൽ നിന്നും വിടുതൽ നേടി. സ്വാമിയുടെ 60ാം പിറന്നാളിന് സുബ്ബമ്മയുടെ സ്മരണാർത്ഥം 60 വീടുകൾ നിർമ്മിച്ച് അതിന് സുബ്ബമ്മ നഗർ എന്ന് നാമകരണം ചെയ്തു. കസ്തൂരി. ബാബയുടെ ജീവചരിത്രം പറയുമ്പോൾ കസ്തൂരി എന്ന ശ്രീശുകനെ ഓർമ്മിക്കാതെ അത് പൂർണ്ണമാകില്ല. ലോകം ബാബയെക്കുറിച്ചറിഞ്ഞത്, ആനന്ദിച്ചത് ഈ മലയാളി ഭക്തനിലൂടെയാണ്. സത്യം ശിവം സുന്ദരം എന്ന ബാബയുടെ കഥാചരിതം കസ്തൂരിയുടെ സംഭാവനയാണ്. സനാതന സാരഥിയുടെ പത്രാധിപരായി അവസാന ശ്വാസം വരെ അദ്ദേഹം തുടർന്നു. കുടുംബറാവു. അനന്തപൂർ ജില്ലയിലെ കുടുംബറാവു ഭഗവത് ഭക്തർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്തിരുന്ന ഒരസാമാന്യ പ്രതിഭയായിരുന്നു. രാപ്പകൽ ഭഗവാനും ഭക്തർക്കും ഇടയിൽ ഒരു പാലം പോലെ കുടുംബറാവു സേവനം ചെയ്തു.
ഗണ്ടിക്കോട്ടെ സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. ലോകമെമ്പാടും സായി ഭക്തർ ജപിക്കുന്ന സായി ഗായത്രി ഇദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. വേദങ്ങളിലൂടെ ജീവിച്ച് സമ്പൂർണ്ണ ശരണാഗതി അടഞ്ഞ ഉത്തമ ഭക്തനായിരുന്നു ശാസ്ത്രികൾ. ഡോക്ടർ സൂരി ഭഗവന്തം. ലോകപ്രശസ്തനായ ഊർജതന്ത്രജ്ഞൻ, ഭാരത സർക്കാരിൻ്റെ ശാസ്ത്രോപദേഷ്ടാവ്. ബാബ തൻ്റെ മകൻ്റെ ശസ്ത്രക്രിയ ചെയ്തതും അന്തരീക്ഷത്തിൽ നിന്നും വസ്തുക്കൾ സൃഷ്ടിക്കുന്നതും ശാസ്ത്രലോകത്തിൻ്റെ പരിമിതികളെ അറിയാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ഭഗവാൻ ബാബ പ്രകൃതി നിയമങ്ങൾക്ക് അതീതനാണെന്ന് അദ്ദേഹം ശാസ്ത്രലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഡോക്ടർ വി കെ ഗോഗക്. ജ്ഞാനപീഠം ലഭിച്ച സാഹിത്യകാരൻ, ഭാഷാ പണ്ഡിതൻ, തത്വചിന്തകൻ, ശ്രീ സത്യസായി സർവകലാശാലയുടെ വൈസ് ചാൻസലർ. നിരവധി ഭഗവത് ലീലകൾക്ക് ദൃക്സാക്ഷിയാകാൻ ഇദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. കേണൽ ജോഗറാവു. ശ്രീ സത്യസായി സർവകലാശാലയുടെ ശില്പി. മിലിറ്ററി എഞ്ചിനീയറായ ഇദ്ദേഹത്തിൻ്റെ മകളുടെ മാറാരോഗത്തിന് ശമനമുണ്ടായതും ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ നീണ്ട ഹസ്തങ്ങൾ എല്ലാം ബാബയുടെ ദിവ്യതയ്ക്കുള്ള പ്രത്യക്ഷ തെളിവുകളായി. ബാബ കേണലിനെ ഒരു യഥാർത്ഥ കർമ്മയോഗി എന്ന് വിശേഷിപ്പിച്ചു. സ്വാമിയുടെ യഥാർത്ഥ സ്വരൂപം എന്തെന്ന കേണലിൻ്റെ ചോദ്യത്തിന് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ഐക്യരൂപമായ ശ്രീ ദത്താത്രേയ രൂപം ബാബ വെളിപ്പെടുത്തി. രാമബ്രഹ്മം. ഭഗവാന്റെ ഹൃദയം കീഴടക്കിയ യഥാർത്ഥ ഭക്തൻ. രമണ മഹർഷിയും ബാബയും ഷിർദി സായി ബാബയും എല്ലാം ഒന്നു തന്നെയെന്ന് അനുഭവങ്ങളിലൂടെ ഇദ്ദേഹം അറിഞ്ഞു. ഫോർവേഡ് മർഫറ്റ്. ലോകത്തിന് ഭഗവാൻ ബാബയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ബാബ തിരഞ്ഞെടുത്തത് മർഫറ്റിനെയാണ്. മർഫറ്റിൻ്റെ ദ മാൻ ഓഫ് മിറാക്കിൾസ് എന്ന പുസ്തകം വിദേശീയരായ ഭക്തന്മാരെ പർത്തിയിലേക്ക് ഒഴുകാൻ സഹായിച്ചു. ദൈവമുണ്ടെന്നും ഭൗതിക ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ അത്ഭുതങ്ങളെല്ലാം ബാബ കാണിച്ചു തരുന്നത് എന്ന് അദ്ദേഹം ആ പുസ്തകത്തിലൂടെ ലോകത്തെ അറിയിച്ചു. സർ ഐസക് ഡിക്രറ്റ്. സ്വാമിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് ഇദ്ദേഹമാണ്. ആഫ്രിക്കൻ സന്ദർശനം. ഭഗവാൻ സത്യസായി ബാബ നടത്തിയ ഒരേയൊരു വിദേശ സഞ്ചാരമാണ് ഇത്. ബാബയുടെ പ്രേമം തുളുമ്പുന്ന പ്രസംഗങ്ങളും വിഭൂതിയുടെ അത്ഭുത ശക്തിയും അവിടുത്തെ ജനത അനുഭവിച്ചറിഞ്ഞു. അന്ന് ആഫ്രിക്കൻ മണ്ണിൽ ബാബ വിതറിയ സ്നേഹത്തിൻ്റെ വിത്ത് ഇന്നും അതീവ ശോഭയേറിയ വൻ പ്രസ്ഥാനമായി മാറി. ബാല്യത്തിൽ 7 കുടുംബങ്ങൾക്ക് ഭഗവാൻ കുടിജലം ചുമലിൽ ചുമന്ന് എത്തിച്ചു കൊടുത്തു. പിന്നീട് 1996 731 ഗ്രാമങ്ങളിലും 7 പട്ടണങ്ങളിലും കുടിജലമെത്തിച്ച് ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ദാഹമകറ്റി അന്നത്തെ സർക്കാരിനു പോലും സാധിക്കാതെ പോയ വമ്പിച്ച പദ്ധതി ബാബ നടപ്പിലാക്കി. ജനങ്ങളുടെ പണം ജനങ്ങളുടെ സേവനത്തിന് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നു. എൻ്റെ ധനം എൻ്റെ വിദ്യാർത്ഥികൾ. സ്വാമി എപ്പോഴും പറയും, കുട്ടികളാണ് എൻ്റെ ധനം. കൂടുതൽ സമയവും സ്വാമി കുട്ടികളോടൊത്താണ് കഴിഞ്ഞിരുന്നത്. മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ പദ്ധതിയാണ് ബാബ നടപ്പിലാക്കിയത്. ഏവർക്കും സൗജന്യമായി പഠിക്കാൻ സത്യസായി സ്വയംഭരണ സർവകലാശാല സ്ഥാപിച്ചു. നല്ല അമ്മ, നല്ല സഹോദരിയും നല്ല ഭാര്യയും നല്ല ഉദ്യോഗസ്ഥയും എല്ലാമായിരിക്കും. അതിനാൽ അതിനുതകുന്ന വിദ്യാഭ്യാസം നൽകാൻ പെൺകുട്ടികൾക്കായി ഒരു കോളേജ് സ്ഥാപിച്ചു. ധർമ്മ സംസ്ഥാപനം. ശ്രീ ശങ്കരൻ കൈലാസത്തിൽ നിന്നും 5 ലിംഗങ്ങൾ കൊണ്ടുവന്ന് പുരി, ശൃംഗേരി, ദ്വാരക, ചിദംബരം, ബദരി എന്നിവിടങ്ങളിൽ ലോകാനുഗ്രഹത്തിനായി പ്രതിഷ്ഠിച്ചു. ഭഗവാൻ ബാബ കാലാനുസൃതം അവ പുനഃപ്രതിഷ്ഠിച്ച് വേദോദ്ധാരകനായി. സനാതനധർമ്മത്തെ അവിടുന്ന് ശക്തിമത്താക്കാൻ വേദപാഠശാലകൾ നിർമ്മിച്ച് അവ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചു. സമസ്ത ഭൗതിക സുഖങ്ങളും ഉപേക്ഷിച്ച് ത്യാഗജീവിതം നയിക്കുന്ന യോഗീശ്വരന്മാർ അവരാണ് ഈശ്വരനെക്കുറിച്ച് പറയുവാൻ അർഹതയുള്ളവർ. കാരണം അവർ ഈശ്വരനെ സാക്ഷാത്കരിച്ചവരാണ്. ഒട്ടേറെ മഹാസന്യാസിമാർ ഭഗവാൻ ബാബയെ ദർശിച്ച് ധന്യരായിട്ടുണ്ട്. അങ്ങനെയുള്ള ചില യോഗീശ്വരന്മാരാണ് ശ്രീ വെങ്കാവധൂതൻ, ശ്രീ അരബിന്ദ മഹർഷി, ശ്രീ രമണ മഹർഷി, ശ്രീ പരമഹംസ യോഗാനന്ദൻ, ശ്രീ ഇൻഡോർ മഹായോഗി, ആനന്ദമയീമ, ശ്രീ ശിവാനന്ദ സരസ്വതി, ശ്രീ പുരുഷോത്തമാനന്ദ സ്വാമികൾ, സ്വാമി അഭേദാനന്ദ, ശ്രീ ശിവയോഗി മഹാരാജ്, ശ്രീ ശ്രദ്ധാനന്ദ എന്നിവർ. അതുപോലെ
ബാബയുടെ സ്നേഹത്തിൻ്റെ അമൃതധാര നുകർന്ന് മഹാപ്രതിഭാശാലികളായ മഹത് വ്യക്തികളിൽ ചിലരാണ് MS സുബ്ബലക്ഷ്മി, സച്ചിൻ ടെണ്ടുൽക്കർ, സുനിൽ ഗാവസ്കർ, ശ്രീ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ, ഭീംസെൻ ജോഷി, ഉസ്താദ് അംജദ് അലി ഖാൻ എന്നിവർ. നമ്മുടെ മിസൈൽമാൻ ശ്രീ അബ്ദുൽ കലാം ആസാദും ബാബയുടെ വലിയ ഭക്തനായിരുന്നു. പരമം പവിത്രം ബാബാ വിഭൂതിം. ബൃഹത് ജാബാല ഉപനിഷത്ത് വിഭൂതി. സായി ഗീത. ഭക്തി ഭഗവാനോടുള്ള ആസക്തിയാണ്. ശുദ്ധ പ്രേമം ഒന്നുകൊണ്ട് മാത്രം ഈശ്വരനെ ലഭിക്കാൻ മനുഷ്യജന്മം തന്നെ വേണമെന്നില്ല എന്നതിന് ഉത്തമോദാഹരണമാണ് സ്വാമിയുടെ സായി ഗീത എന്ന ആന. കാട്ടിലെ വാരിക്കുഴിയിൽ വീണ ഒരാനക്കുട്ടി. അതിൻ്റെ കരച്ചിലടക്കാൻ ഇന്നു മുതൽ നിന്റെ അമ്മ ഞാനാണ് എന്ന സ്വാമിയുടെ വാക്കുകളിൽ സ്വജീവിതം ധന്യമാക്കിയ പുണ്യവതി. ഒരു പുത്രിക്ക് പിതാവ് എന്തെല്ലാം നൽകണമോ അതെല്ലാം ബാബ സായി ഗീതയ്ക്ക് നൽകി. ലോകമുള്ള കാലത്തോളം സായീശ്വര കഥകൾ സ്മരിക്കുന്ന ദിക്കിലൊക്കെയും ഗീതയെയും അനുസ്മരിക്കേണ്ടി വരും. സായി ഗീതാ ചരിത പാരായണം, മനനം ഒന്നുകൊണ്ട് മാത്രം മതി സായീശ്വര സാമീപ്യം ഉറപ്പാക്കി ഭക്തി വർദ്ധിപ്പിക്കാൻ. ഇത് ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ വാക്കാണ്. ഏതൊരു ജീവനും പരമമായ ശാന്തിയാണ് ലക്ഷ്യം. അതിനായി സത്കർമ്മങ്ങൾ ചെയ്യണം. ഭഗവാൻ ബാബയുടെ അത്ഭുതങ്ങൾ എല്ലാം അവിടുത്തെ മഹിമ വെളിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാബ കാണിച്ചു തന്ന പാതയിൽ ചരിക്കാൻ കഴിയണം. ആ വഴിയിൽ അത്ഭുതങ്ങൾ കാണാം, അനുഭവിക്കാം. അപ്പോൾ നമുക്ക് ആ അത്ഭുതങ്ങൾ ഭഗവാന്റെ സ്വഭാവമായി മനസ്സിലാക്കാനും ശാന്തി നുകരാനും കഴിയും. സത്യസ്വരൂപനെ സത്യമാർഗത്തിലൂടെയേ നേടാനാകൂ. ഇതിനായി ബാബ അരുളിയ മഹാമന്ത്രമാണ് ലവ് ഓൾ സർവ് ഓൾ. വേദാന്ത സാരമാണ് ഈ മന്ത്രം. ഇത് പ്രാവർത്തികമാക്കുമ്പോൾ വാസനകൾ ക്ഷയിക്കുന്നതും ഉള്ളിൽ ശാന്തി ഉറവയെടുക്കുന്നതും സ്വയം അനുഭവിക്കാം. ഈ പ്രേമ പരിശീലനം കുടുംബത്തിൽ നിന്ന് തുടങ്ങി സഹജീവികളിലേക്ക് വ്യാപിച്ച് ലോകം മുഴുവനും നിറയട്ടെ. അതിനുള്ള പരിശീലന കളരിയായി സായി സമിതികൾ മാറണം. സായിറാം.